നമ്മുടെ പ്രിയപ്പെട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ഒരു വിചാരമുണ്ട്. അദ്ദേഹം എന്തോ വലിയ സംഭവമാണ്. ആ സംഭവമാണെന്ന് തെളിയിക്കാൻ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പിണറായി സർക്കാരിനെ ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു വലിയ മാന്തലായിരുന്നു സർവകലാശാലകളിലെ VC നിയമനത്തിന് അദ്ദേഹം ഒരു സെർച്ച് കമ്മിറ്റിയൊക്കെ നിയമിച്ചത്. സെർച്ച് കമ്മിറ്റിയെ നിയമിച്ചു. ആദ്യം ഫിഷറീസ് സർവകലാശാലയിൽ നിന്ന് അത് ചീറ്റിപ്പോയി. അതിനുശേഷം ഇതാ MG സർവകലാശാലയിലും മലയാളം സർവകലാശാലയിലും കേരള സർവകലാശാലയിലും 8 നിലയിൽ പൊട്ടി പാളിഷായി. എൻ്റെ പൊന്ന് ഗവർണറെ, ഒരല്പമെങ്കിലും നാണം, ഉളുപ്പ് ഇതൊക്കെ ഉണ്ടെങ്കിൽ സർക്കാരിന് ഒപ്പം ചേർന്ന് മര്യാദയ്ക്ക് ഗവർണർ പദവി അലങ്കരിച്ച് ഇരിക്കുന്നതല്ലേ നല്ലത്. ചോദിച്ചു പോവുകയാണ്. തർക്കമൊക്കെ ആകാം. മുമ്പും ഗവർണറും സർക്കാരുമൊക്കെ ആയി തർക്കവും വിതർക്കവും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ഇത്തിരി കടന്നു പോകുന്നില്ലേ? എല്ലാ പേരെയും അങ്ങ് അടിച്ച് ശത്രുക്കളാകുകയാണ്. മുഖ്യമന്ത്രിയെ കണ്ടാൽ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി എന്തോ മോശപ്പെട്ട വ്യക്തി, അല്ലെങ്കിൽ CPM എന്ന് കേട്ടാൽ ഇദ്ദേഹത്തിന് കലിയിളകുകയാണ്. SFI എന്ന് കേട്ടാൽ അമ്പമ്പോ കലിയാണ്. SFI എന്തോ തീവ്രവാദ പാർട്ടിയാണ്. CPM എന്തോ തീവ്രവാദികളുടെ സംഘടനയാണ്. ഇടതെന്ന് കേട്ടാലേ കലിയാണ്. ചെങ്കൊടി കണ്ടാലേ കലിയാണ്. കരിങ്കൊടി കണ്ടാലേ കലിയാണ്. ഈ ആരിഫ് മുഹമ്മദ് ഖാന് ഇതെന്താണ് സംഭവിക്കുന്നത്? അദ്ദേഹത്തിന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നവർ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്? VC നിയമനത്തിന് നൂലാമാലകൾ ഒത്തിരിയുണ്ട്. സർക്കാരിനെ മുഖവിലേക്കെടുത്ത് മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ഈ അലമ്പൊക്കെ ഗവർണർ അല്ലെങ്കിൽ രാജ്ഭവന് വന്ന് ഭവിക്കുമായിരുന്നു എന്ന് ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇത് ഒന്നല്ല 1000 സംഭവങ്ങളായി. ഒന്നല്ല 1000 സംഭവങ്ങൾ എണ്ണി പറയാം. തിരുവനന്തപുരത്ത് പേട്ടയിൽ വെച്ച് SFIയുടെ കുട്ടികൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാറിന് നേരെ കരിങ്കൊടി കാണിക്കുന്നു. ഗവർണർ ഉടനെ കാറ് നിർത്തുന്നു, ചാടി ഇറങ്ങുന്നു, ബഹളം വയ്ക്കുന്നു. ഇതാ തീവ്രവാദികൾ എൻ്റെ കാർ ആക്രമിക്കുന്നു എന്ന തരത്തിൽ പ്രക്ഷോഭമുണ്ടാക്കുന്നു. കുട്ടികളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഗവർണറുടെ യാത്ര സുഗമമാക്കുന്നു. അതിനുശേഷം മലപ്പുറത്ത്, അതായത് കണ്ണൂർ സർവകലാശാലയിൽ ഗവർണർ പരിപാടിക്ക് പോകുന്നു. SFI പ്രവർത്തകർ അവിടെ കരിങ്കൊടി കാണിക്കുന്നു. ഗവർണർ കാറിന് പുറത്തിറങ്ങുന്നു. അവിടെ പ്രശ്നമുണ്ടാക്കുന്നു. എന്തിനാണ് ഇതൊക്കെ? ഗവർണറും മുഖ്യമന്ത്രിയും ഒരു വേദിയിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രിയെ നോക്കി ഗവർണർ മുഖം തിരിഞ്ഞു നിൽക്കുന്നു. നോക്കുന്നില്ല, മുഖം തിരിഞ്ഞു നിൽക്കുന്നു. ഇതൊക്കെ എന്ത് സന്ദേശമാണ് നൽകുന്നത്? അല്ല, ആരിഫ് മുഹമ്മദ് ഖാൻ പിണറായി വിജയനോട് ഇങ്ങനെ മുഖം തിരിഞ്ഞു നിന്നതുകൊണ്ട് എന്തെങ്കിലും മറ്റ് നേട്ടങ്ങൾ അദ്ദേഹം ആർജിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹം കാക്ഷിക്കുന്നുണ്ടോ, അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടോ, അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇതൊക്കെ ന്യായമായും സംശയിക്കേണ്ടി വരും. കേരളം പോലെ സാക്ഷരത കൂടുതലുള്ള ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ വ്യക്തമായ രാഷ്ട്രീയം കളിക്കുന്ന ഒരു ഗവർണർ ഇങ്ങനെ പരിഹാസ്യനാകുന്നത് കാണുമ്പോൾ സാധാരണ ജനം തന്നെ ലജ്ജിതരാകുന്നുണ്ട്. ഗവർണറുടെ പദവി എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ 1ാമത്തെ പൗരനാണ് അദ്ദേഹം. അദ്ദേഹം ഇങ്ങനെ ഇളിഭ്യനാകുമ്പോൾ, കോടതിയിൽ നിന്ന് നിരന്തരം താക്കീതുകൾ കേൾക്കേണ്ടി വരുമ്പോൾ, നിരന്തരം പരിഹാസ്യനായി മടങ്ങുമ്പോൾ അത് കേരള ജനതയ്ക്ക് ആകെ ഏൽക്കുന്ന നാണക്കേടാണ് എന്ന് അദ്ദേഹം അറിയാതെ പോകുന്നു. അദ്ദേഹത്തോട് കേരള ജനതയ്ക്ക് മുഴുവൻ ബഹുമാനമുണ്ട്. ഞാനും ഈ കേൾക്കുന്ന നിങ്ങളുമൊക്കെയും ഗവർണറെ ബഹുമാനിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കസേരയെ ആദരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ആദരവ് നൽകുന്നുണ്ട്. 1ാമത്തെ പൗരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് നൽകേണ്ട എല്ലാ ബഹുമാനവും നൽകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കഴിവുകളെയും അദ്ദേഹത്തിൻ്റെ അധികാരങ്ങളെയും അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹം ഇല്ലാത്ത അധികാരം വിനിയോഗിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് സങ്കടം വരുന്നത്. അദ്ദേഹം ചാൻസലറാണ്. ചാൻസലർ എന്ന നിലയിൽ സർവകലാശാലകളിൽ അദ്ദേഹത്തിന് അധികാരം ഉണ്ട്. എന്നാൽ ആ അധികാരം സർക്കാരിന് മുകളിലല്ല, ആ അധികാരം സെനറ്റിന് മുകളിലല്ല, ആ അധികാരം സിൻഡിക്കേറ്റിന് മുകളിലല്ല. കാരണം ഇതൊരു ജനാധിപത്യ വ്യവസ്ഥിതിയാണ്. ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഗവർണർക്കും സർക്കാരിനും സെനറ്റിനും സിൻഡിക്കേറ്റിനുമൊക്കെ അതാത് വ്യവസ്ഥകളും അതാത് അധികാരങ്ങളുമുണ്ട്. ഇവരെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഈ വ്യവസ്ഥിതി പൂർണ്ണമാകുന്നത്. ഇവരെല്ലാവരും ചിന്ന ഭിന്നമായി പ്രവർത്തിച്ചാലോ യാതൊന്നും സംഭവിക്കുകയില്ല. ഇവിടെ പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കുകയില്ല. ഇപ്പോൾ ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത് ആർക്കാണ് സെർച്ച് കമ്മിറ്റിയെ നിയമിക്കാനുള്ള അധികാരം എന്ന് ആദ്യം അറിയട്ടെ. സർക്കാരിനാണോ ഗവർണർക്കാണോ? സർക്കാർ പറയുന്നു ഗവർണർക്ക് അങ്ങനെ അധികാരമില്ല. 2 അംഗ സെർച്ച് കമ്മിറ്റിയെ നിയോഗിച്ച് പുതിയൊരു വൈസ് ചാൻസലറെ കണ്ടെത്താനുള്ള അധികാരമൊന്നും ഇല്ല. സെനറ്റിനോ സർക്കാരിനോ ആണ് ഈ സെർച്ച് കമ്മിറ്റിയെ നിയോഗിക്കാനുള്ള അധികാരമുള്ളതെന്ന് സർക്കാർ വാദിക്കുന്നു. ആ വാദം മുഖവിലക്കെടുത്താണ് ഹൈക്കോടതി ആരിഫ് മുഹമ്മദ് ഖാന്റെ വാദങ്ങളെ തള്ളി അകറ്റുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാദങ്ങളെ
മാറ്റി നിർത്തുന്നത്. ഇത് തിരിച്ചടിയാണ് എന്ന് ഗവർണർ തിരിച്ചറിയുന്നുണ്ടാകും. ഒരുപക്ഷെ അദ്ദേഹം അപ്പീലിന് പോകുന്നുണ്ടാകും. എത്ര സംഭവങ്ങൾ, എത്ര കാര്യങ്ങൾ. ഇനി കുറച്ച് നാൾ കൂടിയേ ഉള്ളൂ അദ്ദേഹത്തിന് ഔദ്യോഗികമായി കാലാവധി അവസാനിക്കാൻ. ഒരുപക്ഷെ എങ്കിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ട് അദ്ദേഹത്തിന് കാലാവധി നീട്ടിക്കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഇദ്ദേഹം കാലാവധി അവസാനിപ്പിച്ച് മടങ്ങി ഡൽഹിയിലേക്ക് പോയേക്കാം. ഡൽഹിയിൽ ഏതെങ്കിലും ഉന്നത പദവി അദ്ദേഹത്തിന് കേന്ദ്രം വാഗ്ദാനം ചെയ്തേക്കാം. ഇതൊന്നും നമ്മുടെ വിഷയമല്ല. കേരളത്തിലെ അല്ലെങ്കിൽ സാക്ഷര കേരളത്തിന് ഇതൊന്നും വിഷയമല്ല. സാക്ഷര കേരളത്തിന് ഒന്നു മാത്രമാണ് വിഷയം. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ നല്ല രീതിയിൽ നടക്കണം, സുഗമമായി നടക്കണം. അതിന് ഗവർണർ, അതായത് ചാൻസലറായിരിക്കുന്ന ഗവർണർ കുറെ കൂടി പക്വമായി പെരുമാറണം. അദ്ദേഹം വിദ്യാർത്ഥികളുടെ ഭാവി മുന്നിൽ കണ്ട് പെരുമാറണം. അദ്ദേഹത്തിൻ്റെ നടപടികൾ കൂടുതൽ സുതാര്യമായിരിക്കണം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വൈര്യ നിര്യാതന ബുദ്ധി പിണറായിയോടുള്ള ശത്രുതയോ CPM-നോടുള്ള ശത്രുതയോ SFIയോടുള്ള ശത്രുതയോ വൈരാഗ്യമോ ആകരുത്. അദ്ദേഹത്തെ ചാൻസലർ എന്ന കസാരയിലിരുന്ന് അദ്ദേഹത്തെ ഭരണകാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ശത്രുതയല്ല, ഈ ഭരണകാര്യങ്ങൾ നിർവഹിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കേണ്ടത്. അദ്ദേഹം ചാൻസലർ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തെ നയിക്കേണ്ടത് വിദ്യാർത്ഥികളുടെ ഭാവിയും വിദ്യാർത്ഥികളുടെ ഉന്നതിയും മാത്രമായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.